നമസ്കാരം. ബിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. ഈ കമ്പനി തുടങ്ങണമെന്നുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് കമ്പനീസ് കാണുന്നു. ഏത് കമ്പനി തുടങ്ങണം, ഏത് ടൈപ്പ് ഓഫ് കമ്പനി തുടങ്ങണം? അപ്പോൾ ഇതൊരു നിർണായകമായൊരു ചോദ്യമാണ്, ഇവിടെ ക്രൂഷ്യലായിട്ടൊരു ഡിസ്കഷനാണ് അല്ലെങ്കിൽ ഡിസിഷനാണ്. അപ്പോൾ പൊതുവേ ഇത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെയോ ഒരു കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിനെയോ ഒരു ലോയറിനെയോ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ സമീപിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അഡ്വൈസ് പറയുന്നു, അതിനനുസരിച്ചാണ് പൊതുവേ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് കമ്പനി തുടങ്ങാൻ പോകുന്ന എൻ്റർപ്രണേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടൻസ് കുട്ടികൾക്കും കൂടെയാണ്. അപ്പോൾ കമ്പനി തുടങ്ങുമ്പോൾ ഏത് കമ്പനി അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കമ്പനി തുടങ്ങണമെന്നുള്ളത് ഏറ്റവും നേരത്തെ പറഞ്ഞല്ലോ ക്രൂഷ്യലായിട്ടൊരു ഡിസിഷൻ ഫാക്ടറാണ്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം, കമ്പനി എന്ന് പറയുന്നത് വേൾഡ് മൊത്തത്തിൽ തന്നെ ഒരു എൻ്റർപ്രണറിന് ഒരു ബിസിനസ് സാമ്രാജ്യം തുടങ്ങാനായിട്ടുള്ള ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ്. ഇപ്പോൾ നമുക്ക് സോൾ പ്രൊപ്രൈറ്ററായിട്ടും നമുക്ക് കച്ചവടം നടത്താം, ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്താം. പാനൊക്കെ രജിസ്റ്റർ ചെയ്താൽ മതി, പാൻ മതി, മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടും ബിസിനസ് നടത്താം, അപ്പോൾ ഒരു പാർട്ട്ണറോട് വേണം. പിന്നെ LLP ഉണ്ട്, കമ്പനിയുണ്ട്, അല്ലേ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബിസിനസ്സിനെ നല്ലതിൽ നമ്മൾ ആഴത്തിൽ പഠിക്കുകയും ഷോർട്ട് ടേം ആയിട്ടല്ലാതെ കുറച്ചൊരു ലോങ് ടേം ആയിട്ട് അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം നമുക്കറിയാം, ഇപ്പോൾ എല്ലാം സ്റ്റാർട്ടപ്പിൻ്റെ കാലഘട്ടമാണ്. AI, ഒത്തിരി എൻജിനീയേഴ്സ് കുട്ടികളുണ്ട്, അവർക്ക് സംരംഭങ്ങൾ തുടങ്ങണം, സ്റ്റാർട്ടപ്പ് തുടങ്ങണം. അപ്പോൾ എല്ലാവരും ഈ ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ ബിസിനസ് ഫോം ഓഫ് ഓർഗനൈസേഷനിലോട്ട് ഭയങ്കരമായിട്ട് ആകർഷപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യം ബിസിനസ് മനസ്സിലാക്കണം. എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ക്യാപിറ്റൽ എത്ര വേണം? അത് നിങ്ങൾ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ, അതോ വേറൊരാൾ കൂടെ വേണോ കമ്പനി തുടങ്ങാൻ അല്ലെങ്കിൽ സ്ഥാപനം തുടങ്ങാനായിട്ട്? സ്വന്തമായിട്ടുള്ള ഫണ്ടിങ് ആണോ? ബാങ്കിൻ്റെ ലോൺ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഗവൺമെൻറ് ഏതെങ്കിലും സ്കീമിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടോ? ഇപ്പോൾ സ്റ്റാർട്ടപ്സിനൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പുറത്തൊരു കൺസൾട്ടൻ്റ് എടുത്തോ അല്ലെങ്കിൽ പുറത്ത് ചോദിക്കുന്നതിന് മുമ്പ് ഈ പ്രൊമോട്ടേഴ്സ് അഥവാ എൻ്റർപ്രണേഴ്സ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ആണോ? എന്താണ് ബിസിനസ്? ഏത് മേഖലയാണ്? സോഫ്റ്റ്വെയർ ആണോ? മാനുഫാക്ചറിങ് ആണോ? ട്രേഡിംഗ് ആണോ? കൺസൾട്ടിംഗ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് പറ്റുമോ? ഒരാൾ കൂടെ വേണോ? മൂലധനം എങ്ങനെയാണ്? ക്യാപിറ്റൽ എങ്ങനെയാണ് റേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? പൈസ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ക്യാപിറ്റൽ സ്വന്തമായിട്ടാണോ റേസ് ചെയ്യുന്നത്? ബാങ്ക് ലോൺ വേണോ? അതോ സ്കീംസ് വേണോ? പ്രൈവറ്റ് ഇക്വിറ്റി വേണോ? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വേണോ? അതോ വലിയ രീതിയിലുള്ള ജനങ്ങളിൽ നിന്നൊക്കെ പൈസ സ്വീകരിച്ച് തുടങ്ങുന്ന രീതിയിലാണ്. അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ബിസിനസ് നിർണ്ണയിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ കമ്പനി? കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സണാണ്. 2 പേര് ചേർന്നോ 3 പേര് ചേർന്നോ ഒരു സംരംഭം തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ അകത്ത് നമ്മൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഓരോരുത്തരും മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്യും, ഒരു ബിസിനസ് തീരുമാനിക്കുകയും ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് തീരുമാനിക്കുകയും എന്നിട്ട് അതിന് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ രജിസ്ട്രേഷനാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏത് ടൈപ്പ് വേണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരാൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ, അതായത് നിങ്ങളാണ് അതിൻ്റെ എല്ലാം. ഐഡിയയും സാമ്പത്തികവും മാനേജ്മെൻറ്റും എല്ലാം നിങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഒരാളേ ഉള്ളൂ. പണ്ടത്തെ കാലത്ത് അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്നൊക്കെ പറയും. ഇല്ല, അതിനെ തന്നെ കമ്പനി ആയിട്ട് വേണം നടത്തണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് OPC ആണ്, 1 person കമ്പനി. ഈ 1 person കമ്പനി എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിലെ, ഇന്ത്യൻ കമ്പനീസ് ആക്ടിലെ 2013 വർഷത്തെ ആക്ടിലെ
കൊണ്ടുവന്ന ഒരു പുതിയൊരു ആശയമാണ്, അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റാണ് 1% കമ്പനി. ഞാൻ എൻ്റെ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് OPC. ഈ OPCയുടെ പ്രത്യേകത, നമ്മൾ മാത്രം മതി, വേറെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അവിടെ ഒരു മെമ്പറേ ഉള്ളൂ, അഥവാ ഒരു ഷെയർ ഹോൾഡറേ ഉള്ളൂ, അഥവാ ഒരു പ്രൊമോട്ടറേ ഉള്ളൂ. ഒരു മെമ്പറിനെ വെച്ച് മാത്രം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നമ്മൾ 1% കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ നിയമപരമായി നോക്കുമ്പോൾ 1% കമ്പനി ആവുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഈ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ ഇനി അതിന് പെട്ടുപോകും. അപ്പോൾ അത് ലോ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ OPC തുടങ്ങുമ്പോൾ ഒരാൾ മതി, യു റിക്വയർ ഓൺലി 1 മെമ്പർ. പക്ഷേ യു ഹാവ് ടു ഹാവ് എ നോമിനി ഫോർ ദാറ്റ്. നിങ്ങൾക്കൊരു നോമിനിയും കൂടെ വെക്കണം. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോമിനി വേണമല്ലോ, അല്ലേ? നോമിനിയുടെ പേര് എവിടെ എഴുതണ്ടേ? അതുപോലെ തന്നെയാണ് OPC ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മെമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും എന്ത് ചെയ്യും എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങളൊരു വേറൊരു വ്യക്തിയുടെ പേരും അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ സമ്മതവും കൂടെ നമ്മൾ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കമ്പനിയുടെ നെക്സ്റ്റ് മെമ്പറായിട്ട് ആ പറയുന്ന നോമിനി ആവും. അതായത് ഈ കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയിലോട്ട് പോവും, ലീഗലി പോവും, ഓപ്പറേഷൻ ഓഫ് ലോ പ്രകാരം. അപ്പോൾ ഒരാൾ മതി, പക്ഷേ വേറൊരാളുടെ പേര് വേണം. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത്, ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് വയ്ക്കും, അല്ലെങ്കിൽ അമ്മയുടെ പേര് വയ്ക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് വയ്ക്കും, ബ്രദറിൻ്റെ പേര് വയ്ക്കും നോമിനിയായിട്ട്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഒരാളുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ആശയമാണെങ്കിൽ കമ്പനി തുടങ്ങാം. കമ്പനിക്ക് അറിയാമല്ലോ, ലിമിറ്റഡ് ലയബിലിറ്റി കിട്ടും, ഫീച്ചർ കിട്ടും, സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഫീച്ചർ കിട്ടും, കമ്പനിയുടെ ലോൺ എടുക്കാനും ബാങ്കുകളെ സമീപിക്കാനും ലോൺ എടുക്കാനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനും ഒക്കെ കമ്പാരിറ്റീവ്ലി അഡ്വാൻറ്റേജ് ഉള്ളതാണ് കമ്പനി ഫോർ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരാൾ മതി. അപ്പോൾ ഇതാണ് ആദ്യത്തെ ടൈപ്പ് OPC, 1% കമ്പനി. 1% കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയുടെ തന്നെ ഒരു കാറ്റഗറിയാണ്. പേരിൽ തന്നെ നമുക്കറിയാൻ പറ്റും. കമ്പനിയുടെ പേര് XYZ പ്രൈവറ്റ് ലിമിറ്റഡ്, ബ്രാക്കറ്റിൽ OPC ലിമിറ്റഡ് എന്ന് കാണും. അതായത് നിങ്ങളുടെ കമ്പനി ഒരു 1% കമ്പനിയാണെന്ന് കാണും. 1% കമ്പനിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഒരാൾ മതി തുടങ്ങാൻ, പക്ഷെ ഒരു നോമിനി കൂടെ വേണം. അത് വേറെ കാര്യം. വേറെ ആരെയും ആശ്രയിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കമ്പനിയായിട്ട് കൊണ്ടുപോകാം. കമ്പനി ലോയിൽ, കമ്പനീസ് ആക്ടിൽ ഒരുപാട് പ്രൊവിഷൻസിന് എക്സംഷൻ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ AGM കൂടണ്ട, EGM കൂടണ്ട, കമ്പനിയുടെ ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട, കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് 4 പോലെ 2 മതി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പനീസ് ആക്ടിൽ തന്നെ OPCക്ക് എക്സംഷൻസ് ഉണ്ട്. പക്ഷേ ഇൻകം ടാക്സിൽ എക്സംഷൻ ഇല്ല, അത് മറക്കരുത്. കമ്പനി ലോയിൽ കംപ്ലയൻസ് ആംഗിളിൽ എക്സംഷൻസ് ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് ആലോചിക്കുന്നുള്ളതാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസാണ്. പക്ഷേ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഒരാൾ പോരാ, 2 മെമ്പർ വേണം, 2 പ്രൊമോട്ടർ വേണം, 2 സബ്സ്ക്രൈബേഴ്സ് വേണം. നിങ്ങളും നിങ്ങളുടെ കൂടെ പഠിച്ച, നിങ്ങളുടെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ച, നിങ്ങളുടെ കൂടെ സഹയാത്രികനായിരുന്ന അയാളായിരിക്കാം. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ പണ്ടേ ആഗ്രഹിക്കില്ലേ, നമ്മൾ രണ്ടുപേരും ഒത്തിച്ച് ബിസിനസ് ചെയ്യണം. യെസ്, അതിന് പറ്റി ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് മിനിമം 2 മെമ്പർ വേണം. അതുപോലെ തന്നെ മിനിമം 2 ഡയറക്ടർ വേണം. ഈ മെമ്പർമാർ തന്നെ ഡയറക്ടർ ആവാം. കുറച്ചുകൂടി വൈഡറാണ് സ്കോപ്പിൽ. നിങ്ങൾക്ക് കമ്പനി രജിസ്റ്റർ ചെയ്ത ശേഷമോ അല്ലെങ്കിൽ കമ്പനി തുടങ്ങി ഉടനെ തന്നെ നിങ്ങൾക്ക് വീണ്ടും മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. അതിനർത്ഥം കൂടുതൽ ക്യാപിറ്റൽ കിട്ടും. നിങ്ങൾക്ക് ഒരു 5 പേരെ കൂടെ നിങ്ങളുടെ സംരംഭത്തിൽ മെമ്പറായിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ 200 പേരെ വരെ ആഡ് ചെയ്യാൻ പറ്റും. സോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാക്സിമം മെമ്പർ ലിമിറ്റ്, പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിനുപരി എത്ര പേരിൽ നിന്നും ഷെയർ ക്യാപിറ്റൽ കറക്റ്റ് ചെയ്യാമെന്ന്, എത്ര പേരെ നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്പേഴ്സ് ആക്കാം, ഷെയർ ഹോൾഡർ ആക്കാം എന്നുള്ളത്, ഉടമസ്ഥരാക്കാം എന്നുള്ളതിന് മാക്സിമം ലിമിറ്റ് 200 ആണ്. പണ്ടത് 50 ആയിരുന്നു. 2013 ആക്ടിൽ 200. 200 എന്ന് വളരെ വലിയ നമ്പറാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ 2 എഞ്ചിനീയറിംഗ് കുട്ടികൾ ചേർന്നൊരു കമ്പനി തുടങ്ങുന്നു. സന്തോഷമായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നു. രജിസ്റ്റർ ചെയ്തു, ഇന്നോഗ്രേഷനൊക്കെ ചെയ്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ വേറെ കുറേ സുഹൃത്തുക്കൾ വരുന്നു, അവർക്കും കൂടെ നിങ്ങളുടെ കൂടെ ചേരണമെന്ന്, മെമ്പർ ആവണമെന്ന് പറഞ്ഞു ആക്കിക്കോളൂ. കാരണം 200 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അംഗത്വം, മെമ്പർഷിപ്പ് കൂട്ടാം. അതിനർത്ഥം വരുന്ന ക്യാപിറ്റൽ മേടിക്കാം. അപ്പോൾ OPC തുടങ്ങാൻ ഒരാൾ വേണം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ 2 പേര് വേണം. അല്ല, നിങ്ങളൊരു ഇപ്പോഴത്തെ AI യുഗമാണ്, സോഫ്റ്റ്വെയർ ആണ്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം, ഒരുപാട് ക്യാപിറ്റൽ വേണം.
വളരെ ലാർജ് സ്കെയിൽ തുടങ്ങാനാണ് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് തുടങ്ങാം. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന പ്രമുഖരായിട്ടുള്ള ഒരുതപ്പെട്ട എല്ലാ കമ്പനികളും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുമ്പോൾ 7 പേര് വേണം തുടങ്ങാനായിട്ട്. 1 പോരാ, 2 പോരാ, 7 വേണം. അപ്പോൾ സമചിന്തകരായിട്ടുള്ള 7 പ്രൊമോട്ടേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് വേണം. അവരെ വെച്ച് വേണം നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ, ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ കൂടുതൽ കിട്ടും സ്വാഭാവികമായിട്ടും. കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇനി 5 വരെ കയറ്റാം, വേണമെങ്കിൽ 5 വരെ കൊണ്ട് ഉൾപ്പെടുത്താം. 10 ആവാം, 20 ആവാം, 200 ആവാം, 400 ആവാം. കാരണം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, എത്ര ഷെയർ ഹോൾഡേഴ്സ് ആവാം എന്നുള്ളതിന് അപ്പർ ലിമിറ്റ് ഇല്ല. അതാണ് ഈ ലിസ്റ്റഡ് കമ്പനിക്ക് നമ്മൾ ഷെയർ മാർക്കറ്റിലുള്ള വലിയ വലിയ കമ്പനികൾ, റിലയൻസും ഇൻഫോസിസും കൊട്ടാക് ബാങ്കും എല്ലാം, HDFC ബാങ്ക്, SBI എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ നമ്പർ ഓഫ് മെമ്പേഴ്സ് ലിമിറ്റ് ഇല്ല. മാക്സിമം എത്ര ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് പൈസ സമാഹരിക്കുകയും നിങ്ങൾക്ക് വലിയൊരു കമ്പനി ആവാം. പക്ഷെ പൈസ സമാഹരിക്കുന്നതിന് ലിമിറ്റുണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. IPOയ്ക്ക് പോകുന്നത്, SME IPOയ്ക്ക് പോകുന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഏത് ടൈപ്പ് കമ്പനി സെലക്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ OPC തുടങ്ങാൻ ഒരാളും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ 2 പേരും, പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ 7 പേരും വേണം. അപ്പോൾ OPCക്ക് ഒരാളെ പറ്റത്തുള്ളൂ, പിന്നെ ആൾക്കാരെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം OPC എന്ന് വെച്ചാൽ 1 പേഴ്സൺ കമ്പനിയാണ്. തുടങ്ങുമ്പോഴും അത് നടത്തിക്കുമ്പോഴും എപ്പോഴും ഒരാളെ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ മെമ്പർ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷെ ആ ആൾക്കൊരു നോമിനി വേണം, അത് വേറെ കാര്യം. എന്നാൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ 2 പേരും, മാക്സിമം 200 പേര് വരെ നിങ്ങൾക്ക് അംഗങ്ങളായിട്ട് സ്വീകരിക്കാം, ഷെയർ ഹോൾഡറായിട്ട് സ്വീകരിക്കാം, മെമ്പേഴ്സായിട്ട് സ്വീകരിക്കാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ 7 പേരും, മാക്സിമത്തിന് ലിമിറ്റില്ല, എത്ര ആൾക്കാരെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, നിങ്ങളുടെ ഈ ബിസിനസ് പ്ലാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ടൈപ്പ് വേണമെന്ന് തീരുമാനിക്കാം. അപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് ക്യാപിറ്റൽ മതി എങ്കിൽ OPC. നിങ്ങൾ വേറൊരാൾ കൂടെ ഉണ്ട്, കുറച്ചുകൂടി ക്യാപിറ്റൽ ആവശ്യമുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നിങ്ങൾ 7 ആൾക്കാരുണ്ട്, ഒത്തിരി ക്യാപിറ്റൽ, പാൻ ഇന്ത്യ ബേസിസിലെ ബിസിനസ്, ഒത്തിരി ക്യാപിറ്റലും റിസോഴ്സസും ആവശ്യമുണ്ടെങ്കിൽ ഗോ ഫോർ എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കൺസൾട്ടൻസിനെയും പ്രൊഫഷണൽസിനെയും കണ്ട് അങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഏത് ടൈപ്പ് കമ്പനി വേണമെന്നുള്ളത് കാട്ടിലും നിങ്ങളാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് കമ്പനിയാണ് ആവശ്യം. കാരണം അതിനനുസരിച്ചാണല്ലോ രജിസ്ട്രേഷൻ കോസ്റ്റും അതിനുള്ള മറ്റുള്ള കംപ്ലയൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. എൻ്റെ അടുത്ത് ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വാട്സപ്പ് ലോകമാണ്, ഒരുപാട് വോയിസ് നോട്ടൊക്കെ വരും, കമ്പനിയോട് അങ്ങനെ ആഗ്രഹിക്കുന്നു, വീഡിയോ ഒക്കെ കണ്ടിട്ടും അല്ലാതെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ കുറേ ആൾക്കാരെയൊക്കെ ഞാൻ നിരുത്സാഹപ്പെടുത്താറുണ്ട്. കാരണം ഈ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്. എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയബന്ധിതമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് വേണമെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാം. കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഞാൻ നിരുത്സാഹപ്പെടുത്താൻ കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം, പ്രത്യേകിച്ച് യങ് ആൾക്കാർ കൊണ്ടുവരുന്ന കമ്പനികൾ, ആശയങ്ങൾ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഈ ആവേശമേ കാണാറുള്ളൂ. ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് വേറെ ജോലി കിട്ടിപ്പോകും, വിദേശത്ത് പോകും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നാക്റ്റീവ് ആവും കമ്പനിക്ക് ഒരു ആക്ടിവിറ്റി ഇല്ലാതാവും. അപ്പോൾ അതിന് പിന്നെ വേറെ നിയമപരമായിട്ടുള്ള നൂലാമാലകളുണ്ട്. പിന്നെ ഇതേ തുടങ്ങണമെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പ് ഇരുന്ന് ചർച്ച ചെയ്യും, എന്നെ വളരെ ദീർഘകാലം ഫോളോ അപ്പ് ചെയ്ത്, എന്നെ നല്ല പലരെയും നമ്മളെ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പം തുടങ്ങണം, നാളെ തുടങ്ങണം എന്ന് പറയും. വലിയ ഇന്നോഗ്രേഷനൊക്കെ വയ്ക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ വിളിച്ചാൽ പോലും കിട്ടത്തില്ല. കാരണം അവരുടെ ആശയം മാറും സ്വാഭാവികമായിട്ടും. പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് മോഡൽ കമ്പനീസ്, പുതിയ ജനറേഷൻ കമ്പനീസ്. പിന്നെ ഇതിനെ അടച്ചുപൂട്ടാനായി ധൃതി. കാരണം അവർ വിദേശത്ത് പോകുമ്പോൾ വിസ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കമ്പനി ഇവിടെ കിടക്കും, അതിൻ്റെ കംപ്ലയൻസ്, ഇൻകം ടാക്സ് ഫയലിങ്സ് ഒക്കെ പ്രശ്നം വരുമ്പോൾ അതിന് പിന്നെ എനിക്കറിയാം, പിന്നെ അതിന് നമ്മളെ പ്രഷർ ചെയ്യുന്നത് ഇതെങ്ങനെ അടച്ചുപൂട്ടാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച്. അതുകൊണ്ട് ഈ കമ്പനി തുടങ്ങിയിട്ട് പെട്ടെന്ന് അടച്ചുപൂട്ടുന്ന കാര്യം തുടങ്ങുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിന് ഒരുപാട് കംപ്ലയൻസ് ഉണ്ട്. ഡിഫങ്ക്റ്റ് ആവും കമ്പനി, ഡോർമെൻ്റ് ആവും കമ്പനി, ROC കംപ്ലയൻസസ് പ്രശ്നമാവും, ഇൻകം ടാക്സിൽ പ്രശ്നം വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ചാടിക്കേറി ഒരു ബ്രാൻഡ് കിട്ടുമല്ലോ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ് പ്രിന്റ് ചെയ്യാമല്ലോ എന്നുള്ള ആശയത്തോടുകൂടി തുടങ്ങാൻ പറ്റുന്നതല്ല കമ്പനികൾ. ആദ്യം തുടങ്ങി ഒന്ന് ഗ്രാജുവലായിട്ട് നിങ്ങളൊന്ന് സെറ്റായതിനു ശേഷം ഗ്രാജുവലി തുടങ്ങുന്നതാണ് നല്ലത്. കാരണം ഇത് തുടങ്ങുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് അടച്ചുപൂട്ടുന്നത്. ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതല്ല, പ്രാക്ടിക്കലായിട്ട് പറയുന്നതാണ്.
ഇനി നമുക്ക് ടൈപ്പ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഐ ഡിസ്കസ്ഡ് അബൌട്ട് OPC, പ്രൈവറ്റ്, പബ്ലിക് കമ്പനിയൊക്കെ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും വേണമെങ്കിൽ വീഡിയോസ് ഇടാം. OPC കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട്, ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി സാർ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇന്ത്യയിൽ അറൗണ്ട് നമുക്ക് ഈ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഈ കോർപ്പറേറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഒത്തിരി കമ്പനികൾ അടങ്ങുന്ന ഒരു കോർപ്പറേറ്റ് സെക്ടറാണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് ഇന്ത്യയിൽ അറൗണ്ട് ഒരു 28 ലക്ഷം കമ്പനീസ് ഉണ്ട്, രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട് ഇന്ത്യയിൽ. അതിൽ അറൗണ്ട് ഒരു 65% ആക്റ്റീവായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇന്നാക്റ്റീവ് കമ്പനീസാണ്. അത് ഓപ്പറേഷൻസ് ഒന്നുമില്ല. കേരളത്തിൽ അറൗണ്ട് 11,000-12,000 കമ്പനീസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു X% ആക്റ്റീവ്, മറ്റേ പെർസെൻറ്റേജ് ആക്റ്റീവ് അല്ലാതിരിക്കുന്നുണ്ട്. പക്ഷേ OPCയുടെ നമ്പർ കമ്പാരിറ്റീവ്ലി കൂടി വരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ 2013 OPC വന്നത്. അറൗണ്ട് 77,000-ഓളം OPC രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MCAയുടെ കണക്ക് പ്രകാരം, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കണക്ക് പ്രകാരം ഈ OPC രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം ഒരുപാട് MSMEസും ഒരുപാട് അത്തരം എന്റർപ്രണർഷിപ്പ് ഉള്ള കമ്പനീസ് എല്ലാം OPC ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. അത് വളരെ ഫാസ്റ്റ് പേസിലാണ് പോകുന്നത്. 77,000 കമ്പനീസ് ഒന്നും ചെറിയ നമ്പറല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സ്റ്റാർട്ടപ്പ് സുഹൃത്തുക്കളും അല്ലെങ്കിൽ സംരംഭങ്ങൾ ഇപ്പോഴത്തെ ഒരു അറിയാലോ, AI ഡ്രിവൺ, ടെക്നോളജി ഡ്രിവൺ, ടെക്നോ പാർക്ക് കമ്പനീസ്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് സംരംഭങ്ങൾ, ബോട്ടിക്സ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കാറുണ്ട്. അവർക്കൊക്കെ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഫാമിലി മെമ്പർ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി തുടങ്ങും OPC ആയിട്ട്. നിങ്ങൾ ആരെങ്കിലും ബന്ധുക്കളെ, അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോമിനിയായിട്ട് വയ്ക്കാം. അതുകൊണ്ട് റെയർ സിറ്റുവേഷനാണ്. എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ നോമിനിയുടെ ആവശ്യം. പക്ഷേ നോമിനിയുടെ പേര് ഇപ്പോഴേ കൊടുക്കണം കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ. കോസ്റ്റ് രജിസ്ട്രേഷൻ കമ്പാരിറ്റീവ്ലി എഫക്റ്റീവാണ്, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം കമ്പനി വളരെയാണെങ്കിൽ ഒരു ത്രെഷോൾഡ് ലിമിറ്റിന് മുകളിൽ വളരുമ്പോൾ, ക്യാപിറ്റൽ ബേസിലായാലും ടേൺ ഓവർ ബേസിസിലായാലും അത് കുറച്ചുകൂടി വളരുമ്പോൾ നമുക്കതിനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കുറേ വർഷത്തിന് ശേഷം നല്ല രീതിയിൽ അത് ഫ്ലറിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ വലിയ കമ്പനിയാക്കാം, പബ്ലിക് ലിമിറ്റഡ് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ there is options in the law to convert an OPC to private and also to convert private limited company to a public limited company. അപ്പോൾ അത് നല്ല രീതിയിൽ സംരംഭങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇതെല്ലാം ഒരു യങ് ജനറേഷൻ എന്റർപ്രണറിന്റെ ആംഗിളിലാണ് ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ഒരുപാട് വർഷമായിട്ട് പാർട്ണർഷിപ്പ് ഫേമൊക്കെ ചെയ്ത ഒത്തിരി സ്ഥാപനങ്ങൾ, അവർ കമ്പനികൾ, അത് വേറൊരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ കമ്പനി തുടങ്ങണമെന്ന് നടക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കോൺഫറൻസസിന് പോകുമ്പോൾ, സ്റ്റാർട്ടപ്പ് കോൺഫറൻസസിനൊക്കെ പോകുമ്പോൾ പലരും നമ്മൾക്ക് സംസാരിക്കുന്ന ഈ കാര്യത്തിനെക്കുറിച്ച്. പലരും വിചാരിക്കുന്നത് കമ്പനി തുടങ്ങാന്ന് വെച്ചാൽ ലോൺ എളുപ്പം കിട്ടും. അതൊക്കെ അതിൻ്റെ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളതുകൊണ്ടും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അതിൻ്റെ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ദീർഘകാലം വിഷൻ ഇല്ലാതെ തുടങ്ങിയാൽ അത് പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കമ്പനി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൺസൾട്ടൻസിനെ കാണുന്ന മുമ്പ് നിങ്ങൾ തന്നെ ഒരു അനാലിസിസ് നടത്തി ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പരിചയക്കാരുള്ള പ്രൊഫഷണലാണ്. ഒരു പ്രൊഫഷണലിൻ്റെ ഇതും വേറൊരു ഡൗട്ടാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കും, എനിക്ക് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങിക്കൂടെ? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ കമ്പനി തുടങ്ങാം. ഇപ്പോൾ കുറച്ചൊക്കെ നോളജ് ഉള്ളവർ കാണും, MBA പഠിച്ച കുട്ടികളുണ്ട്, അവർക്ക് കുറച്ച് കമ്പനിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കമ്പനി നിയമപ്രകാരം കമ്പനീസ് ആക്ടിലെ ഇൻകോർപ്പറേഷൻ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാനായിട്ട് ഒരു പ്രാക്ടീസിങ് പ്രൊഫഷണലിൻ്റെ ഡിക്ലറേഷൻ വേണം. അത് നിങ്ങൾ എൻഡോർസ് ചെയ്യണം. ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയോ, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ, പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടോ, അല്ലെങ്കിൽ പ്രാക്ടീസിങ് അഡ്വക്കേറ്റോ. അപ്പോൾ ഈ 4 പേരുടെ ഒരു സേവനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെയാണ് ഏൽപ്പിക്കുന്നത്. അവരതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കുറച്ച് കാര്യങ്ങളൂടെ പറയാം. അപ്പോൾ ഒരു കമ്പനി തുടങ്ങാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അല്ലേ, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇൻകോർപ്പറേഷനായിട്ട് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ അങ്ങ് പറഞ്ഞങ്ങ് നിർത്താം. അപ്പോൾ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ ഓഫീസിൽ ഒരാൾ വേണം. അപ്പോൾ അദ്ദേഹത്തിന് പാൻ വേണം അല്ലേ, അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ആധാർ, ഡോക്യുമെൻറ്റ്സ് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കമ്പനിയുടെ ബേസിക് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കലാണ്. കമ്പനിയുടെ ബേസിക് ഡോക്യുമെൻറ്റ്സ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അത് നിങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആശയമാണ് അതിലോട്ട് എത്ര ക്യാപിറ്റൽ വേണം, എന്ത് ഒബ്ജക്റ്റീവാണ് ചെയ്യാൻ പോകുന്നത്, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്ത് ഒബ്ജക്റ്റീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ്. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന കൺസൾട്ടൻസ് നിങ്ങൾക്ക് മെമ്മറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ടാക്കി തരും. അത് ഈ ഫോം 33, ഈ ഫോം 34 2 ഫോമിലാണ് അത് ചെയ്ത്
മറ്റുള്ള ഡോക്യുമെന്റ്സും എല്ലാം ഈ നേരത്തെ പറയുന്ന നിങ്ങളുടെ ഒരു ഡിക്ലറേഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽസിന്റെ നിങ്ങൾ കമ്പനി ലോയിലെ കമ്പനി ഇൻകോർപ്പറേഷൻ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറയുന്ന ഡിക്ലറേഷനും കൂടെ വെച്ച് നമ്മൾ INC ഫോം INC 32 സ്പൈസ് പ്ലസിൽ നമ്മൾ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ അസൗണ്ട് ഡേറ്റിലുള്ള ലോ ആണ് ഞാൻ പറയുന്നത്. അത് MCAയിൽ അപ്ലോഡ് ചെയ്യും. അതിന് മുമ്പ് കമ്പനിക്ക് പേരെടുക്കണം. INC 1 പേരെടുക്കണം. പേരൊക്കെ എടുത്തതിന് ശേഷം നേരത്തെ പേര് റിസർവ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഫയൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കമ്പനി ഇൻകോർപ്പറേഷൻ്റെ പ്രോസസ്സ് ആവുന്നത്. നിങ്ങൾ ഫയൽ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൽ നിങ്ങൾ ഏത് ROCയുടെ രജിസ്റ്റർ ഓഫ് കമ്പനിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നു എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KL സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ROC എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുന്നു. INC 11 എന്ന് പറയുന്ന ഫോമിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തരുന്നു. അവിടെ നിന്ന് 180 ഡേയ്സ് ടൈമുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാൻ. ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അവിടെ ഫോം 20A ഫയൽ ചെയ്യണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ പെയ്ഡപ്പ് ക്യാപിറ്റൽ, നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ മൂലധനം എന്ന് പറഞ്ഞിട്ടുള്ള ആ പെയ്ഡപ്പ് ക്യാപിറ്റൽ അടച്ചെത്തിക്കണം. അത് ബാങ്കിൽ നിന്നും ആ സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ട്രേഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്ത് തരുന്നത്, അഥവാ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എടുത്തിരുന്നത്. അവിടെയും പ്രൊഫഷണൽസിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങാമെങ്കിലും പ്രൊഫഷണൽസിൻ്റെ സഹായം വേണം. അവരുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ബ്രീഫായിട്ടൊന്ന് കമ്പനി കോർപ്പറേഷൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഓരോ കമ്പനിയെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് പ്രത്യേക ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് ഇടാം. ഇതൊരു ബോധവൽക്കരണ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക, അല്ലാതൊരു കൺസൾട്ടൻസി സീക്കിംഗ് വീഡിയോ അല്ല. നിങ്ങൾക്ക് ഏത് കൺസൾട്ടനെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എങ്ങനെ സെലക്ട് ചെയ്യണം, എന്ത് സെലക്ട് ചെയ്യണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദിസ് വീഡിയോ ഈസ് ഫോക്കസ്ഡ് ഓൺ ദ പ്രൊമോട്ടേഴ്സ്, എന്റർപ്രണേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ദ ഫ്യൂച്ചേഴ്സ് പ്രൊഫഷണൽസ്, സോ ദാറ്റ് സ്റ്റുഡൻസിന്. അപ്പോൾ ഇതൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു കമ്പനി തുടങ്ങണമെന്നത് നിങ്ങൾ എന്റർപ്രണർ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളുടെ ബിസിനസിന്റെ സ്കോപ്പ്, ലോങ് ടേം വിസിബിലിറ്റി, ക്യാപിറ്റൽ എത്രത്തോളം നിങ്ങൾക്ക് ഔഗ്മെന്റ് ചെയ്യാൻ പറ്റും, ഇതര ആൾക്കാരിൽ നിന്ന് പൈസ ആവശ്യമുണ്ടോ, ലോൺ ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ ബാങ്കിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ടോ, ഒരുപാട് ക്യാപിറ്റൽ ആവശ്യമുള്ള ബിസിനസ്സാണോ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ ഒരാൾ മാത്രമായിട്ടുള്ള ആശയമാണെങ്കിൽ OPCയും, ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണമെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും, എന്നാൽ വലിയൊരു സംരംഭവും ഒരുപാട് ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഉദ്ദേശമാണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലോട്ട് പോകണം. ഇതിന് പുറമെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന ആക്ടിവിറ്റി, ബിസിനസ് എന്ന് പറയാം, ഇത് പ്രോഫിറ്റ് മേക്കിംഗ് അല്ലാത്ത ചാരിറ്റബിൾ കാര്യങ്ങൾ ചെയ്യുന്ന, എഡ്യൂക്കേഷൻ റിസർച്ച് ചെയ്യുന്ന, സയന്റിഫിക് റിസർച്ച് ചെയ്യുന്ന, ഫിലോന്ത്രഫിക് കാര്യങ്ങൾ ചെയ്യുന്ന, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സയന്റിഫിക് റിസർച്ച് സൊസൈറ്റി ആയിട്ട് ആ ഒരു ആംഗിളിലാണ് തുടങ്ങുകയാണെങ്കിൽ കമ്പനീസ് ആക്ടിന്റെ കീഴിൽ തന്നെ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, മറ്റത് പറഞ്ഞതല്ല അസോസിയേഷൻ ഫോർ പ്രോഫിറ്റ്, എന്നാൽ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 8 കീഴിലും നിങ്ങൾക്ക് ഒരു സെക്ഷൻ 8 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് എടുത്ത് നിങ്ങൾക്ക് കമ്പനിയുടെ പേരിന്റെ അവസാനം ലിമിറ്റഡ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരു കമ്പനിയാണ്, പക്ഷെ നിങ്ങളെ മെയിൻ ഒബ്ജക്റ്റീവ് നോൺ കമേഴ്സ്യലാണ്. ഇതിപ്പോൾ ഒരു പുതിയൊരു ആൾക്കാർ ചോദിക്കുന്നതാണ്, കമേഴ്സ്യൽ അല്ലാതെ കമ്പനി രജിസ്റ്റർ. യെസ്, കമേഴ്സ്യൽ ആക്ടിവിറ്റി ഇല്ലാതെ, നോൺ പ്രോഫിറ്റ് അല്ലാതെ, അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിട്ടും നിങ്ങൾക്ക് കമ്പനി തുടങ്ങാം. അത് സെക്ഷൻ 8 കീഴിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഏറ്റവും രസകരമായ സംഭവം, തുടങ്ങുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല ഒരുപാട് ആൾക്കാർക്ക്. ഇത് മതി. ഇപ്പോൾ OPC തുടങ്ങിയ ഒരാളെ എനിക്കറിയാം. OPC തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ബാങ്കിലൊക്കെ ലോണ് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയും, സോറി സർ, ഇത് നമുക്കൊരു, അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനൊരു ത്രഷോൾഡ് ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യും, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് പറയും. അപ്പോൾ പ്രൈവറ്റിൽ നിന്നും പബ്ലിക്, അതായത് OPC നിന്നും പ്രൈവറ്റിലോട്ടും പ്രൈവറ്റിൽ നിന്നും പബ്ലിക്കിലോട്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ചിറങ്ങാനും പറ്റും. പബ്ലിക് ലിമിറ്റഡ് കമ്പനി തിരിച്ച് പ്രൈവറ്റ് ആക്കാനും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ നമുക്ക് തിരിച്ച് OPC ആക്കാനും പറ്റും. അപ്പോൾ ഇത്തരം എല്ലാ രീതിയിലുള്ള ഡൈനാമിക്സും ഈ കമ്പനി കാര്യങ്ങളുണ്ട്. മുമ്പ് പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളത്, തുടങ്ങാൻ എളുപ്പമാണ്, നടത്താനാണ് പാട്. അത് നല്ല രീതിയിൽ വിഷണറി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് സ്കോപ്പും ഈ പ്രൊമോട്ടറിന് നല്ലൊരു ബിസിനസ് അക്യുമെനും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നല്ല ഗ്ലോബലി ഏറ്റവും അക്ലൈംഡ് ആയിട്ടുള്ളൊരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് കമ്പനി. ഓക്കെ, എന്ത് സഹായം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, സോ ദാറ്റ് നമ്മൾ അതിനനുസരിച്ചുള്ള അഡ്വൈസ് തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്തൊരു പ്രൊഫഷണൽ സഹായം ആവശ്യമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ്, ഒരിക്കലൊരു ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ബോധവൽക്കരണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന ഏതൊരു പ്രൊഫഷണലെയും സമീപിച്ച് നിങ്ങൾക്ക് ഒരു കമ്പനി തുടങ്ങാവുന്നതാണ്. ഓക്കെ, ഏതെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകം ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, പല ആശയങ്ങൾ ചോദിച്ച്.
അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെയാണ്. ആൾക്കാർ ചോദിക്കുന്ന ഒരുപാട് ആശയങ്ങൾ അതിൽ നിന്ന് എടുത്താണ് നമ്മൾ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ബിലു ബാലകൃഷ്ണൻ എപ്പോഴും ഉണ്ടാവും. എന്നെ സമീപിക്കുക, കമൻറ്റിലിടുക, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നല്ലൊരു ബിസിനസ് സംരംഭം നേരുന്നു. ഇതിപ്പോൾ ഏപ്രിലൊക്കെ വരാൻ പോകുന്നല്ലേ, ഇപ്പോൾ മാർച്ച് ഏപ്രിൽ പുതിയ അക്കൗണ്ടിങ്ങറായിട്ട് നല്ല ബിസിനസ്സൊക്കെ തുടങ്ങി, എല്ലാം നല്ല ലോ കംപ്ലൈഡ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റത്തെ എല്ലാ വലിയ സംരംഭങ്ങളും ചെറിയ സംരംഭങ്ങളിൽ തുടങ്ങിയതാണ് അല്ലേ. ഈവൻ 1000 മൈൽസ് വാക്ക് സ്റ്റാർട്ടഡ് ഫ്രം എ സിംഗിൾ മൂവ്മെന്റ് ഓഫ് വാക്ക് അല്ലേ. നമ്മൾ 1000 മൈൽ നടന്നെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ ഒരിടത്ത് ഒരു മൈൽ ഒരു ചുവട് കാലെടുത്ത് വെച്ചതുകൊണ്ടാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ ഒരു പടി കയറിയിട്ടല്ലേ അങ്ങ് ടോപ്പിലെത്തിയത് അല്ലേ. അപ്പോൾ എല്ലാത്തിനും ആദ്യം ഒരു പടി കയറണം. അപ്പോൾ ആദ്യം പടി കയറണം എന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് നമ്മൾ ബിസിനസ് സംരംഭം തുടങ്ങുക എന്നുള്ളതാണ്. ലീഗലി കംപ്ലൈഡ് ആയിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ. എല്ലാ ആശംസകളും. മറ്റൊരു ആശയവുമായിട്ട് ബിലു സാർ വീണ്ടും വരാം. താങ്ക് യു.